ഹലോ, വെൽക്കം ടു സായൂസ് ഫുഡ് വ്ളോഗ്. ഇന്നൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോയാലോ. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ്, സവോള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, തേങ്ങാപ്പാൽ. തുടങ്ങിയാലോ. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടും മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങ നീര്, കുരുമുളക് പൊടി ഇത്ര ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഫിഷാണ്. അത് പാനിലോട്ടിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഒരു സൈഡും 5 മിനിറ്റ് അപ്പുറത്തെ സൈഡും കൂടി തിരിച്ച് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. ഒരുപാട് ഫ്രൈ ആയി പോകണ്ട. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് അതേ പാനിലേക്ക് തന്നെ മുളക്, കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേന് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട, ഷാലോ ഫ്രൈ ചെയ്യാൽ മതി. ഇനി അതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് 1.5 സവോളയാണ്. അത് ഇതുപോലെ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിന്ന് യൂസ് ചെയ്തേക്കുന്നത് സിലോപ്പിയ ഫിഷാണ്. നിങ്ങൾക്ക് കരിമീൻ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതെടുത്തു, അതായിരിക്കും അത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് വാടി വരുമ്പോഴത്തേനും ഇതിനകത്തോട്ട് നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും അതിനകത്തോട്ടൊരു സവോളയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഈ ഒരു പരുവമായി വരുമ്പോഴത്തേനും അതിനകത്തോട്ട് നമ്മൾ പൊടി ചേർക്കുവാണ്. മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മുളക് പൊടി ഒരു 3 ടീസ്പൂണ്, പിന്നെ ഗരം മസാല ഒരു 2 ടീസ്പൂണ്, മല്ലിപ്പൊടി 3 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഈ തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു മീനിന് ഏകദേശം ഒരു അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1-ാം പാൽ തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് പാനിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന ടൈമിൽ ഒന്നിങ്ങനെ വിട്ട് വരും ഈ മസാല. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് ഒരു ശകലം 1/4 ഭാഗമില്ല അതിൻ്റെയും പാതി പഞ്ചസാരയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് കുറച്ച് നല്ല മസാലയെല്ലാം ഒന്ന് ബാലൻസ് ആവാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇല ഇവിടെ വാട്ടി എടുത്തേക്കുന്നത് വാഴയില. എന്നിട്ട് ആ വാഴയിലോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ ലെയർ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഫിഷും കൂടെ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ബാക്കിയിരിക്കുന്ന മസാലയും കൂടെ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു 2 കറിവേപ്പിലയും തക്കാളി അരിഞ്ഞതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. എല്ലാ സൈഡും നല്ലതുപോലെ പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒരു ടോയിൻ നൂല് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കെട്ടി വയ്ക്കുക. ഇതുപോലെ ഒന്ന് കെട്ടി നല്ല ടൈറ്റ് ചെയ്ത് കെട്ടണേ. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കണേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് ഒരു സൈഡും 10 മിനിറ്റ് മറ്റേ സൈഡും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അകത്ത് മസാലയൊന്നും ശരിക്കും മീനിനകത്ത് പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഒരു 2 മിനിറ്റ് ഒരു സൈഡ് 2 മിനിറ്റ് ഒരു സൈഡ് അങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് തുറന്ന് കണ്ടാലോ. നല്ല മണമാണിത് തുറക്കുമ്പോഴത്തേന് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.